ജഗ്ദീപ് ധൻകർ രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDAയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. NDA സ്ഥാനാർത്ഥി BJPയിൽ നിന്നായിരിക്കും എന്ന വിവരങ്ങൾ ആദ്യമേ പുറത്തു വന്നിരുന്നു. രാജ്യസഭാ അധ്യക്ഷ പദവി കൂടി വഹിക്കുന്ന ഉപരാഷ്ട്രപതി സ്ഥാനത്ത് മുതിർന്ന പാർട്ടി നേതാവ് എത്തുന്നതാണ് അഭികാമ്യമെന്ന് BJP കരുതുന്നു. മറ്റു പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് എത്തിയ ധൻകറിന്റെ ഉദാഹരണവും മുന്നിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ തീരുമാനമുടനുണ്ടാകും. പിന്നാക്ക ദളിത് വിഭാഗത്തിലെ മുതിർന്ന പാർട്ടി നേതാവിനാണ് കൂടുതൽ സാധ്യത. മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ കർണാടക ഗവർണറുമായ തവർചന്ദ് ഹെഗ്ലോത്തിന്റെ പേര് ശക്തമായി ഉയരുന്നുണ്ട്. മധ്യപ്രദേശിലെ മുതിർന്ന നേതാവായ അദ്ദേഹം ദളിത് വിഭാഗക്കാരനാണ്. കേന്ദ്രമന്ത്രിയും രാജ്യസഭാ നേതാവുമായിരുന്നു. എന്നാൽ അതേസമയം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ജയപ്രതീക്ഷയില്ല എങ്കിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പൊതു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് തൃണമൂൽ കോൺഗ്രസ് നിർദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ കോൺഗ്രസ് സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്തുണയ്ക്കില്ല എന്ന് തൃണമൂൽ മറ്റ് പാർട്ടികളെയും അറിയിച്ചിട്ടുണ്ട്. ഇരു സഭകളിലെയും ഒഴിവുകൾ കണക്കിലെടുത്താൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 782 വോട്ടാണുള്ളത്. ഇതിൽ 422 വോട്ട് NDAയ്ക്ക് ഉറപ്പാണ്. ഒറ്റക്കെട്ടായി നിന്നാലും ഇന്ത്യ സഖ്യത്തിന് നേടാവുന്നത് 323 വോട്ടാണെന്നാണ് കണക്ക്. ഇന്ത്യ സഖ്യം വിട്ട ആം ആദ്മി, ഇരു സഖ്യത്തിലുമില്ലാത്ത പാർട്ടികൾ തുടങ്ങിയവരെ കൂടി ആകർഷിക്കുന്ന സ്ഥാനാർത്ഥി വേണമെന്ന താല്പര്യം DMKയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2022 കോൺഗ്രസ് മാർഗരറ്റ് ആൽവയെ രംഗത്തിറക്കിയപ്പോൾ 182 വോട്ട് മാത്രമാണ് നേടാനായത്. അതേസമയം ധൻകറിന് 528 വോട്ട് ലഭിച്ചു. കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച തൃണമൂൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അന്ന് YSR കോൺഗ്രസ്, BJD, BSP തുടങ്ങിയവർ ധൻകറിനാണ് വോട്ട് ചെയ്തത്. ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി പദം രാജിവെച്ച തിങ്കളാഴ്ച അദ്ദേഹവുമായുള്ള ഉരസൽ പൊട്ടിത്തെറിയിൽ എത്തും മുൻപ് അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതായി സൂചന പുറത്തു വന്നിരുന്നു. അതിന് വഴങ്ങാതെ തന്റെ ഭാഗം ശരിയെന്ന വാശിയിൽ ധൻകർ തുടർന്നതോടെയാണ് രാജിയിലേക്ക് എത്തിയത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികൾ ലോക്സഭയിൽ തങ്ങളുടെ മുൻകൈയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്രം ആഗ്രഹിക്കുന്നത്. അതിനിടെ രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രമേയം സ്വീകരിക്കാനുള്ള ധൻകറിന്റെ തീരുമാനം സർക്കാരിന് തിരിച്ചടിയായി. അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കേന്ദ്രം ശ്രമവും നടത്തി. സഭാ നേതാവും കേന്ദ്രമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നദ്ദയും പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജുവും ധൻകറിനോട് സംസാരിച്ചു. ഇംപീച്ച്മെന്റ് പ്രമേയ നടപടി ലോക്സഭയിൽ മുന്നോട്ട് പോകുകയായിരുന്നു എന്ന് മന്ത്രി കിരൺ റിജിജു അറിയിച്ചിരുന്നു. രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രമേയം അംഗീകരിക്കാനുള്ള ധൻകറിന്റെ നീക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൽപര്യക്കുറവുണ്ട് എന്നും മന്ത്രി ധരിപ്പിച്ചു. എന്നാൽ രാജ്യസഭ നടപടിച്ചട്ടത്തിന്റെ പരിധിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ധൻകർ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാനും അതിൽ ഒപ്പുവയ്ക്കാനും ധൻകർ പ്രതിപക്ഷാംഗങ്ങളോട് ആവശ്യപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്.